നമസ്കാരം. മികച്ച വിളവിന് തെങ്ങിനെ ചികിത്സിക്കാം. വില കൂടുമ്പോൾ വിളവ് കുറയുക എന്നതാണ് കേര കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം. തേങ്ങയ്ക്ക് വില കൂടിയപ്പോൾ കേരളത്തിലെ പുരയിടങ്ങളിൽ നാളികേരത്തിന് ക്ഷാമമാണ്. പണ്ട് നാളികേരം വെട്ടി കൊപ്രയുണക്കി വെളിച്ചെണ്ണയാക്കിയിരുന്നവർ കറിയിൽ അരയ്ക്കാൻ തന്നെ തേങ്ങയില്ലാതെ നട്ടം തിരിയുന്ന അവസ്ഥ. എന്താണ് ഇതിന് കാരണം? നാട്ടിലെല്ലാവരും തെങ്ങിൻ തൈ വെക്കുക എന്നതല്ലാതെ നാളികേരത്തിന് വില കുറയുന്ന സന്ദർഭങ്ങളിൽ അതിനെ വേണ്ട വിധം പരിപാലിക്കുന്നില്ലെന്നാണ് ഇതിൽ മനസ്സിലാവുന്നത്. നന്നായി പരിപാലിക്കുന്ന തോട്ടങ്ങളിൽ ഇപ്പോഴും വിളവിന് പഞ്ഞമില്ലെന്നതാണ് ഇതിൻ്റെ തെളിവ്. വില കുറഞ്ഞ അവസരത്തിലും വില കൂടിയ അവസരത്തിലും തെങ്ങിൻ തൈകളെ നന്നായി പരിപാലിച്ചാൽ മാത്രമേ തെങ്ങ് നന്നായി വളർന്ന് നല്ല കായ്ഫലം നൽകൂ. അതിനായി സാധാരണ നമ്മൾ ചെയ്തു പോരുന്ന രക്ഷകളൊക്കെ വർഷാവർഷം തെങ്ങിന് നൽകണം. ഓരോ സസ്യവും വളർന്നു വലുതായി കായ്ക്കണമെങ്കിൽ അതിന് 16ഓളം മൂലകങ്ങളുടെ ആവശ്യകതയുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ തടം തുറന്ന് വളം ചേർക്കൽ, ഉപ്പ്, കുമ്മായം, ഡോളോമൈറ്റ്, പൊട്ടാഷ് എന്നിവ യഥാവിധി ചേർക്കൽ, മറ്റ് രാസവളങ്ങൾ ചേർക്കൽ എന്നിവ നടത്തണം. വേനൽക്കാലത്ത് നനയ്ക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ 2 ദിനം കൂടുമ്പോൾ നനയ്ക്കണം. പോഷകാംശത്തിൻ്റെ കുറവ് കൊണ്ടാണ് പലതരം രോഗങ്ങളും കീടങ്ങളും തെങ്ങിനെ ആക്രമിക്കുന്നത്. തെങ്ങിൻ്റെ ആരോഗ്യക്കുറവിനും കായ്ഫലം കുറയുന്നതിനും കാരണം ഇതാണ്. വീണ് കിടക്കുന്ന ഓലകളും ചകിരിയും കൊണ്ട് തെങ്ങിൻ തടത്തിൽ പുതയിടുക. കൃത്യമായ ഇടവേളകളിൽ തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കുക. തടം വൃത്തിയാക്കി പുതയിടുന്നതിന് മുൻപ് ഓരോ തടത്തിനും 2 കിലോ ഡോളോമൈറ്റ് വീതം നൽകുക. ട്രൈക്കോഡെർമ വളർത്തിയ വേപ്പിൻ പിണ്ണാക്ക് 3 മാസത്തിൻ്റെ ഇടവേളകളിൽ തടത്തിലിട്ട് നനയ്ക്കുക. 5 കിലോ വേപ്പിൻ പിണ്ണാക്കിൽ 100 ഗ്രാം ട്രൈക്കോഡെർമ പൊടി ചേർത്താൽ മതി. അധികം പ്രായമില്ലാത്ത തെങ്ങിൻ തടി മുകളിലേക്ക് കൂർത്തു പോകുന്നതിനും തേങ്ങകൾ മൂപ്പെത്താതെ കൊഴിഞ്ഞു പോകുന്നതിനും നാളികേരത്തിൻ്റെ വലിപ്പം കുറയുക, ആകൃതി വ്യത്യാസം, തേങ്ങയുടെ പുറംഭാഗം ചുളിയൽ എന്നിവ വരുന്നതിനും ബോറാക്സ്, സിങ്ക് സൾഫേറ്റ്, മാംഗനീസ് സൾഫേറ്റ്, അയൺ സൾഫേറ്റ് എന്നിവ 225 ഗ്രാം വീതവും 10 ഗ്രാം അമോണിയം മോളിബ്ഡേറ്റും 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി വർഷത്തിലൊരിക്കൽ തെങ്ങിൻ ചുവട്ടിലൊഴിച്ചാൽ മതിയാകും. തെങ്ങിൻ്റെ അടിഭാഗത്ത് ആദ്യം ചിതലിൻ്റെ ആക്രമണം ഉണ്ടാവുകയും അതിലൂടെ ചെമ്പൻ ചെല്ലിയുടെയും ചെന്നീരൊലിപ്പിൻ്റെയും ബാധ ഉണ്ടാവുകയുമാണ് വെല്ലുവിളി. ഇതൊഴിവാക്കാൻ കുമ്മായമോ അല്ലെങ്കിൽ ടാറോ 1 മീറ്ററോളം പൊക്കത്തിൽ തടിയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നാൽ ചിതൽ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാം. മച്ചിങ്ങ കരിഞ്ഞ് പൊഴിഞ്ഞ് പോവുക എന്നതാണ് മറ്റൊരു ഭീഷണി. കരിഞ്ഞ് പൊഴിഞ്ഞ മച്ചിങ്ങകൾ നശിപ്പിക്കണം, അല്ലെങ്കിൽ അടുത്ത തെങ്ങിലേക്ക് പടരും. മാംഗോ സബ് 2 ഗ്രാം വീതം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തെങ്ങിൻ തലപ്പിൽ തളിക്കുക എന്നതാണ് പ്രതിരോധ മാർഗം. തെങ്ങിൻ തടിയിൽ ഒച്ചിൻ്റെ ആക്രമണം കണ്ടാൽ വിനാഗിരി പോലെ ഒച്ചിനെ ആകർഷിക്കുന്ന ദ്രാവകങ്ങളിൽ മുക്കിയ ചണത്തിൻ്റെ ചാക്ക് ഉപയോഗിച്ച് അവയെ മണ്ണെണ്ണയോ തുരിശോ ഇട്ട് കൊല്ലുക. തെങ്ങിൻ തോപ്പുകളും കൃഷിയിടങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ചെമ്പൻ ചെല്ലി, കൊമ്പൻ ചെല്ലി എന്നിവയെ തടയാനുള്ള ആദ്യ മാർഗം. അഴുകിയ തെങ്ങിൻ തടികൾ ഒരു കാരണവശാലും അലക്ഷ്യമായി വലിച്ചെറിയരുത്. അവ ചീന്തി ഉണക്കി കത്തിക്കുക. ജൈവ അവശിഷ്ടങ്ങൾ ജീർണിച്ച് നാറി തോട്ടങ്ങളിൽ കിടക്കാൻ അനുവദിക്കരുത്. തോട്ടങ്ങളിൽ വളമായി ഉപയോഗിക്കാനുള്ള ചാണകം ഉണക്കി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ചാണകക്കുഴികൾ, കമ്പോസ്റ്റ് കുഴികൾ, അഴുകുന്ന ജൈവാവശിഷ്ടങ്ങൾ എന്നിവയിൽ പെരുവലച്ചാടി അപ്പാടെ ഇടുകയോ അത് ഇടിച്ചു പിഴിഞ്ഞ് സത്തെടുത്ത് തളിക്കുകയോ ചെയ്താൽ ചെമ്പൻചെല്ലി മുട്ടയിട്ട് പെരുകുന്നത് ഒഴിവാക്കാം. കൂടാതെ മെറ്റാറൈസിയം എന്ന പച്ചക്കുമിൾ 1 ക്യൂബിക് മീറ്ററിന് 100 ഗ്രാം കൾച്ചർ 5 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചാലും ജൈവജീർണ വസ്തുക്കളിലെ ചെമ്പൻ ചെല്ലിയുടെയും കൊമ്പൻ ചെല്ലിയുടെയും വളർച്ച തടയാവുന്നതാണ്.